അസ്സലാമു അലൈക്കും. അപ്പോൾ ഖുർആനിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്ന് നമ്മളിപ്പോൾ 21-ാം ജുസ്ഇലെത്തിയിരിക്കുകയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ എല്ലാം കൂടിയൊരു താളം തെറ്റിയ പോലെ, ഒരു കൺട്രോളുമില്ലാത്ത പോലെയൊക്കെ തോന്നാറുണ്ടോ? എന്നാൽ ഈ ചിതറിത്തെറിച്ച് കിടക്കുന്നെന്ന് തോന്നുന്ന സംഭവങ്ങൾക്ക് പിന്നിലെല്ലാം അതിഗംഭീരമായൊരു പ്ലാൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ വലിയ ദൈവീക പദ്ധതിയെക്കുറിച്ചാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ പത്രമെടുത്ത് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ കാണുമ്പോഴും നമുക്ക് ചുറ്റും ഒരുതരം പേടി തോന്നാറില്ലേ? ഒരു അരക്ഷിതാവസ്ഥ. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം സമൂഹത്തെ, നമ്മുടെ ഉമ്മത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ കാണുമ്പോൾ, ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ എന്നൊരു നിസ്സഹായത. അത് നമ്മളെ വല്ലാതെ പിടികൂടും. പക്ഷെ അറിയോ, ഈ എല്ലാ ആശങ്കകൾക്കും പേടിക്കുമിടയിൽ ഖുർആൻ നമുക്ക് ഭയങ്കര പവർഫുള്ളായ, മനസ്സിന് വല്ലാതൊരു സമാധാനം തരുന്നൊരു കാഴ്ചപ്പാട് തരുന്നുണ്ട്. എന്താണെന്നറിയോ, നമ്മളീ കാണുന്ന ചിന്നിച്ചിതറിയ കഷ്ണങ്ങളുണ്ടല്ലോ, അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു വലിയ ക്യാൻവാസിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. നമുക്ക് ഭയങ്കര അലങ്കോലമായി തോന്നുന്ന ഓരോ സംഭവം, അതെല്ലാം ഒരു വലിയ കഥയിലെ ഓരോ ചാപ്റ്റർ മാത്രമാണ്. ആ അവിശ്വസനീയമായ മഹത്തായ കഥയുടെ രചയിതാവാരാണെന്നോ? സാക്ഷാൽ അല്ലാഹു. ഇതിന് ഖുർആൻ തരുന്ന ഏറ്റവും അടിപൊളിയൊരു ഉദാഹരണമാണ് സൂറത്തു റൂം. കഥ ഇങ്ങനെയാണ്. അക്കാലത്തെ രണ്ട് സൂപ്പർ പവറുകൾ, റോമും പേർഷ്യയും, തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ റോമക്കാർ ദയനീയമായി തോൽക്കുന്നു. ഇത് കേട്ടപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഭയങ്കര സന്തോഷമായി. അവരത് ആഘോഷിച്ചു. കാരണം അവർക്കെന്താ, വേദഗ്രന്ഥമുള്ളവർ തോറ്റല്ലോ, ഇനി അവർക്കൊരു തിരിച്ചുവരവില്ലെന്ന് അവർ ഉറപ്പിച്ചു. എന്നാൽ അപ്പോഴാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു ഒരു പ്രവചനം നടത്തുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, എല്ലാവരും പൂർണ്ണമായി എഴുതിത്തള്ളിയൊരു കൂട്ടർക്ക് അല്ലാഹു വിജയം പ്രോമിസ് ചെയ്യാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. എന്താണത്? വിജയമെന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നൊരു മാജിക്കല്ല, അതൊരു പ്രോസസ്സാണ്. അല്ലാഹുവിൻ്റെ പ്ലാൻ നടക്കുന്നത് അവൻ്റെ ടൈം ലൈൻ അനുസരിച്ചാണ്, അല്ലാതെ നമ്മുടെ തിടുക്കം വച്ചല്ല. ചിലപ്പോൾ ഒരു വലിയ വിജയത്തിന് തൊട്ടുമുമ്പ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഒരു പരാജയമായിരിക്കാം. പക്ഷെ ഒന്നുറപ്പാണ്, അല്ലാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. അത് നടപ്പിലാകുക തന്നെ ചെയ്യും, തീർച്ച. ഓക്കെ, ഇതൊക്കെ വലിയ ചരിത്ര സംഭവങ്ങളല്ലേ? ഈ മഹത്തായ പ്ലാൻ എങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതവുമായി കണക്റ്റാകുന്നത്? ഇവിടെയാണ് നമ്മൾ അല്ലാഹുവിൻ്റെ അതിമനോഹരമായൊരു പേര് മനസ്സിലാക്കേണ്ടത്, അൽ ലത്തീഫ്. അതായത് ഏറ്റവും സൗമ്യമായി, സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ. അവൻ്റെ ഇടപെടലുകൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല, പക്ഷെ അത് അവിടെ ഉണ്ടാകും. നിങ്ങൾ തന്നെ ഒന്ന് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ. അന്നതൊരു വലിയ നഷ്ടം, ഒരു ദുരന്തം എന്നൊക്കെ കരുതിയ ഒരു സംഭവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറിയിട്ടില്ലേ? ഏറ്റവും നല്ല ഉദാഹരണം യൂസുഫ് നബിയുടെ ജീവിതമാണ്. സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടു, പിന്നെ അടിമയായി വിറ്റു, ചെയ്യാത്ത കുറ്റത്തിന് വർഷങ്ങളോളം ജയിലിൽ കിടന്നു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു ട്രാജഡി സീരീസാണല്ലേ? എന്നാൽ അൽ ലത്തീഫായ അല്ലാഹു ആ ഓരോ സംഭവങ്ങളെയും കോർത്തിണക്കി അവസാനം അദ്ദേഹത്തെ ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കി മാറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ തിരിച്ചടികളും പ്രതിസന്ധികളുമെല്ലാം അല്ലാഹു നെയ്തെടുക്കുന്ന ആ വലിയ മനോഹരമായ ചിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആ ഒരു തിരിച്ചറിവിലാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. ശരി, ഈ പറയുന്ന മഹത്തായ പ്ലാനിന് ഭയങ്കര ഉറപ്പുള്ള ഒരു ഫൗണ്ടേഷനുണ്ട്. അതാണ് അൽ ഹഖ്, ദ ട്രൂത്ത്, അതായത് കേവലമായ സത്യം. ഇന്നത്തെ ലോകത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് എൻ്റെ സത്യം, നിങ്ങളുടെ സത്യം എന്നൊക്കെ. ഓരോരുത്തർക്കും ഓരോ സത്യം. പക്ഷേ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള മാറിമറിയുന്ന സത്യങ്ങളെക്കുറിച്ചല്ല, എല്ലാത്തിനും മുകളിൽ നിൽക്കുന്ന ഒരേയൊരു സത്യത്തെക്കുറിച്ചാണ്. ഈ ഒരു താരതമ്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്നാണ്. നോക്കൂ, എൻ്റെ സത്യമെന്ന് പറയുന്നത് എന്താ? അത് മിക്കപ്പോഴും എനിക്കിപ്പോൾ എന്തു തോന്നുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ വികാരങ്ങൾ, അതൊക്കെ കടലിലെ തിരമാലകൾ പോലെയാണ്. ഒരു നിമിഷം ശാന്തം, അടുത്ത നിമിഷം പ്രക്ഷുബ്ധം. ആ തിരമാലകളിൽ നമ്മുടെ ജീവിതമെന്ന കപ്പൽ കെട്ടിയിട്ടാൽ എന്ത് സംഭവിക്കും? ഒരു ഉറപ്പും ഉണ്ടാവില്ല. എന്നാൽ അല്ലാഹു അൽ ഹഖാണ്. അവനൊരു പാറ പോലെയാണ്, ഉറച്ച, സ്ഥിരമായ, ഒരിക്കലും മാറാത്ത സത്യം. ആ പാറയിൽ നമ്മുടെ ജീവിതത്തെ നങ്കൂരമിട്ടാൽ പിന്നെ എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും നമുക്ക് പതറാതെ സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റും. ഇതൊരു വെറും ആയത്തല്ല, ഇതൊരു പവർഫുൾ ഡിക്ലറേഷനാണ്. ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഓരോ ദിവസവും പുതിയ ട്രെൻഡുകളും ഫാഷനുകളും വരുന്ന ഈ ലോകത്ത് നമുക്ക് മുറുകെ പിടിക്കാൻ കിട്ടുന്ന ഏറ്റവും ഉറപ്പുള്ള കയറാണ് ഈ പ്രഖ്യാപനം. അല്ലാഹുവാണ് യഥാർത്ഥ സത്യം. എന്നുവെച്ചാൽ അവൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്, അവൻ്റെ നിയമങ്ങൾ സത്യമാണ്, മരണത്തിനു ശേഷമുള്ള ജീവിതവും സത്യമാണ്. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ അല്ലാഹുവിനൊരു ഗ്രാൻഡ് പ്ലാനുണ്ട്. അവൻ തന്നെയാണ് പരമമായ സത്യവും. ശരി, പക്ഷേ ഈ വലിയ ചിത്രത്തിൽ നമ്മളെവിടെയാണ്? നമ്മുടെ റോൾ എന്താണ്?
അള്ളാഹുവിൻ്റെ സഹായത്തിനും ആ വിജയത്തിനും യോഗ്യരാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ക്വാളിറ്റികളാണ് നമുക്ക് വേണ്ടത്? സൂറത്തു സജിദയിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു ലീഡർഷിപ്പിനുള്ള 2 താക്കോലുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തേത് സ്വബ്ർ, രണ്ടാമത്തേത് യഖീൻ. എന്താണ് സ്വബ്ർ? അത് വെറുതെ എല്ലാം സഹിച്ചു മിണ്ടാതിരിക്കലല്ല, അതൊരു ആക്റ്റീവ് നിലപാടാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ അല്ലാഹുവിൻ്റെ വഴിയിൽ പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവ്. ഇനി എന്താണ് യഖീൻ? അത് ഒരു സംശയവുമില്ലാത്ത 100% ഉറപ്പുള്ള വിശ്വാസമാണ്. അല്ലാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്നും അവസാനം വിജയം സത്യത്തിനായിരിക്കുമെന്നുമുള്ള ആ ഡയമണ്ട് ഹാർഡ് ഉറപ്പ്. ഈ 2 ക്വാളിറ്റികളും, സ്വബ്റും യഖീനും, ഒന്നിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ നേതൃത്വം കൊടുക്കാൻ യോഗ്യതയുണ്ടാവുന്നത്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് കുറച്ച് വലിയ തിയോളജിക്കൽ ആശയങ്ങളാണല്ലേ? ഇനി നമുക്ക് ഇതിനെ നേരെ നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളിലേക്ക്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. നമ്മൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, പക്ഷെ നമ്മൾ അല്ലാഹുവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നാം, പക്ഷെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഒരു കാര്യം, എന്നാൽ അല്ലാഹു പറയുന്ന കാര്യങ്ങൾ, അവൻ്റെ വാഗ്ദാനങ്ങൾ 100% സത്യമാണെന്ന് വിശ്വസിക്കുന്നത് വേറൊരു കാര്യമാണ്. എപ്പോഴാണ് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നതെന്നറിയോ? പ്രതിസന്ധികൾ വരുമ്പോൾ, കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ. അപ്പോഴും അല്ലാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഇത് വെറുമൊരു വിശ്വാസം മാത്രമല്ല, ഇതൊരു ലൈഫ് സ്റ്റൈലാണ്, ഒരു മനോഭാവമാണ്. ഈ പറയുന്ന യഖീനും സബ്റുമൊക്കെ നമ്മുടെ പ്രസംഗത്തിലല്ല, നമ്മുടെ പെരുമാറ്റത്തിലാണ് കാണേണ്ടത്. ഒരു ഉദാഹരണം പറയാം. ഒരു കുടുംബത്തിൽ ഒരു തർക്കം നടക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയൊരു നഷ്ടം വരുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അത് തീരുമാനിക്കുന്നത് അല്ലാഹുവിൻ്റെ പ്ലാനിലുള്ള നമ്മുടെ വിശ്വാസമാണ്. എന്തു വന്നാലും അല്ലാഹു എന്നെ കൈവിടില്ല എന്ന ഉറപ്പുണ്ടെങ്കിൽ എന്റെ അവകാശം നേടിയെടുക്കാൻ ഞാൻ മറ്റൊരാളെ ചതിക്കാനോ ദ്രോഹിക്കാനോ പോകില്ല. എന്റെ പരലോകം നശിപ്പിച്ചുകൊണ്ട് എനിക്ക് മറ്റൊരാളുടെ ദുനിയാവ് തകർക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? കാരണം എന്റെ യഥാർത്ഥ സംരക്ഷകൻ, എന്റെ കാര്യങ്ങൾ നോക്കുന്നവൻ അല്ലാഹു ആണെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ സംസാരം അവസാനിപ്പിക്കാം. ആ ചോദ്യം ഇതാണ്: അല്ലാഹുവിൻ്റെ ആ മഹത്തായ പ്ലാനിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കാൻ നമ്മുടെ സ്വന്തം പ്ലാനുകളുടെ, നമ്മുടെ ഇഷ്ടങ്ങളുടെ, നമ്മുടെ ഈഗോയുടെ ഏതു ഭാഗമാണ് നമ്മൾ അവന് വിട്ടുകൊടുക്കാൻ തയ്യാറാവേണ്ടത്? നമുക്ക് ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിക്കാം. ജുസു 21 ഈ വലിയ പാഠം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.